മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു പ്രിൻസസ് കട്ടിൽ ക്രോപ്പ് ടോപ്പ് ചെയ്യുന്നതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടു നോക്കുക, ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു കട്ടിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കട്ടിങ് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യും. അതല്ല ഇതിൻ്റെ പ്രിൻസസ് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ടക്ക് വരണം. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ടക്ക് വന്നിട്ട് നമുക്കൊരു കപ്പിൻ്റെ ഷേപ്പിൽ കിട്ടണം. എന്നാലാണ് പ്രിൻസസ് കട്ടിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അത് പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അവിടെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വെറുതെ കൂട്ടിയടിക്കുകയോ ചെയ്യുകയല്ല. നമുക്ക് അവിടെ ഒരു കപ്പ് വേണ്ടി വരും. ആ കപ്പ് വരുന്നത് കൊണ്ട് നമുക്ക് ബോഡി ഷേപ്പിൽ നമുക്ക് ടോപ്പ് ഇടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്കത് കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ ഞാൻ ലൈനിങ് ആണ് ആദ്യം എടുക്കുന്നത്. ലൈനിങ്ങിലാണ് ഫസ്റ്റ് കട്ടിങ് ചെയ്യുന്നത്. അത് ലൈനിങ്ങിൻ്റെ തന്നെയാണെങ്കിലും നമ്മൾ ബാക്ക് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 32 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു മെഷർമെൻ്റാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പം ആം ഹോളും ഷോൾഡറും ഒക്കെ 6 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യത്തുമ്പും അതുപോലെ ബോഡിക്ക് വേണ്ടുന്ന ലൂസും കൂടെ കൂട്ടി അത് കഴിഞ്ഞ് അതിനുശേഷം അതിൻ്റെ 4 കണ്ട് അതാണ് 10 ഇഞ്ച്. അപ്പോൾ താഴെ ഭാഗത്ത് ഷേപ്പ് വരുന്നിടത്തിൽ 1.5 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ അടിഭാഗത്ത് വണ്ണം കുറവാണല്ലോ, പിന്നെ ഒരു 2.5 ഇഞ്ച് കഴുത്തിന് അകലം എടുക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ട് എടുക്കുന്നില്ല, 4 ഇഞ്ചിലാണ് ഞാൻ നെക്ക് എടുക്കുന്നത്. ഫ്രണ്ട് വി നെക്കിൽ ഒരു സ്കാൽപ്പ് വർക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2.5 ഇഞ്ച് ഞാൻ അകലം എടുത്തത്. അല്ലെങ്കിൽ 32 ഇഞ്ചസിനൊക്കെ നമുക്ക് 2.25 എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അകലവും നെക്കിൻ്റെ അകലവും ഒക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ പേപ്പറിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ കഴുത്തിൻ്റെ അകലം അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഷോൾഡറും കൂടി പോകുമല്ലോ. അപ്പം ആ കഴുത്തിൻ്റെ അകലം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ ഷോൾഡറിൻ്റെ ലെങ്ത്തും എത്രയാണെന്ന് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്ക് പേപ്പറിൽ ഇനി നമുക്ക് ബാക്കിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിടണം കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ കുറച്ച് വെട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് 1/2 ഇഞ്ചോടെ കൂട്ടിയെടുക്കണം. അതായത് ടോട്ടൽ 2 ഇഞ്ച് എടുക്കണം. 1.5 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ, അതും നമുക്ക് അവിടെ എക്സ്ട്രാ എടുക്കണം. അത് കൂടാണ്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ഫ്രണ്ട് നമുക്ക് ടക്ക് വരാൻ വേണ്ടിയിട്ട് ലൂസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ 10 എന്നുള്ളത് 10.5 വരും. താഴെയും അതേ സെയിം 10.5 തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ഷേപ്പിന് കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെയാണ് നമുക്കവിടെ ഒരു കപ്പിന് ഷേപ്പ് നമുക്ക് വരുന്നത്. അപ്പോൾ ചെസ്റ്റിനേക്കാൾ ബാക്കിനെടുത്തതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി 10.5 തന്നെ നമ്മൾ മുകളിലും താഴെയും എടുക്കുകയാണ്. താഴെ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്തുകൊണ്ട് അതും പ്ലസ് 1/2 ഇഞ്ചോടെ കൂട്ടി 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ മുകളിലും 10.5 താഴെയും 10.5 അങ്ങനെ എടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കഴുത്തകലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മൾ സ്കാലപ്പ് ചെയ്യാറുള്ളതുകൊണ്ട് നെക്ക് സ്കാലപ്പ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടക്കിൻ്റെ പോയിൻറ്റ്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ വരെയുള്ള പോയിൻറ്റ് എത്രയാണോ ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ കൂടുതൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് താഴെ ഭാഗത്ത് അതുപോലെ തന്നെ ഒരു സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്കും ഒരു 1.25 ഇഞ്ച് അല്ലെ 1 ഇഞ്ച്, ചെറിയ കുട്ടികൾ 32 ഇഞ്ചൊക്കെ ആകുമ്പം 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും. ഈ കപ്പിന് ഷേപ്പ് അളവ് കൂടുതലുള്ളവർ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് 2 സൈഡിലേക്കും 1.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ നിപ്പിൾ പോയിൻറ്റിലേക്ക് ഒന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചോക്കിന് വരച്ചത് ക്ലിയർ അല്ല, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് മനസ്സിലാകും. ഒരു കപ്പിൻ്റെ ആകൃതിയിൽ ഇതുപോലെ വളച്ച് നിപ്പിൾ പോയിൻറ്റിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ 2 ഇഞ്ച് നമ്മളവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ടക്ക് ബ്ലൗസ് പോലെ തന്നെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും.
ഇനി നമുക്ക് ലൈനിങ് ഈ പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ജോയിൻ വരുന്ന ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളിയിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് വെറുതെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യരുതെന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ആ പേപ്പർ പോർഷൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ നമ്മൾ ജോയിൻ വരുന്ന ഭാഗം സൈഡും ആം ഹോളിൻ്റെ ഭാഗമൊക്കെ സെയിം തന്നെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ജോയിൻ വരുന്ന ഭാഗത്ത് കണ്ടോ 1/2 ഇഞ്ച് എക്സ്ട്രാ തള്ളിയിട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടക്ക് പോയിന്റിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ താഴെ വരെ അടയാളപ്പെടുത്തി പിന്നെ സെൻറ്റർ പോർഷനിൽ 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ എടുക്കുക. അത് നമ്മുടെ കപ്പിൻ്റെ അളവനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഒരു 32 ഒക്കെ ഉള്ളവർക്ക് 1 ഇഞ്ച് മതി. 36, 38 ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മളത് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്ന ബാക്കി ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ പല വീഡിയോസിലും സ്ലീവ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. 4.5 ഇഞ്ച് ഞാൻ കുഴിച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ ബ്ലൗസ് പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൈയുടെ ഭാഗത്ത് കസവ് വരുന്നുണ്ട്. അപ്പോൾ ആ കസവ് അടിച്ചു മറച്ചുന്നതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കട്ടിട്ട് കൊടുത്ത് മാർക്ക് ചെയ്ത് അകമ്പുറം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വശം ചീത്ത വശം ഒന്നും മാറിപ്പോകാതെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ബ്ലൗസ് പീസ് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് വെച്ച എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല പീസ് കുറച്ചൊക്കെ അളവ് മാറിപ്പോയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെച്ചടിച്ചതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ലൈനിങ് കറക്റ്റ് അളവിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൊക്കെ നമ്മളൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഫ്രണ്ടിൽ സെൻറ്ററിൽ നമുക്ക് കട്ടിങ് വരുന്നില്ല. അപ്പോൾ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോയാലും കുഴപ്പമില്ല. ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഓപ്പൺ ആവാത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്ത് ഈ പീസ് നല്ല പീസ് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സ്കാൽപ്പ് നെക്ക് വരുന്നുണ്ട്. ആ നെക്കൊന്ന് വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്കാലപ്പിന് വേണ്ടിയിട്ട് 1.5 നെക്ക് വരച്ചതിന് ശേഷം 1.5 ഇഞ്ച് അകലം വെച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് തന്നെ ഞാൻ സ്കാലപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ആ കർവ് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. കുപ്പിയുടെ അടപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് തന്നെ വരച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്തെടുക്കുക. പിന്നീട് ഒരു സൈഡല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ പതിപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സ്കാലപ്പ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. പിന്നെ റഫായിട്ട് ഞാൻ സെൻറ്റർ പോർഷനിലൊന്ന് അടിച്ചെടുത്താണ് കേട്ടോ, അത് കട്ട് ആയി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ സ്കാലപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുത്ത് നമുക്ക് നെക്ക് അടിച്ച് മറച്ചെടുക്കാവുന്നതാണ്. ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടി നൈസ് ക്ലോത്താണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ല വശവും അതായത് ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ആ ഷേപ്പിൽ എല്ലാ ഭാഗം കർവായിട്ട് വരാൻ പാകത്തിന് തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ട് തന്നെ നെക്ക് കിട്ടുന്നതാണ്. പിന്നെ ആ കർവ് വരുന്ന ഭാഗത്തെല്ലാം കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ തയ്യൽ തുമ്പ് ഒരുപാട് എടുക്കാതെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. നമുക്കിത് എന്നിട്ട് മറിച്ചെടുക്കണം. എല്ലാ പോർഷനും ഇതുപോലെ മറിച്ചെടുത്തിട്ട് ആ സ്കാലപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നതിനോട് ചേർന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഫിനിഷായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡ് പീസുകളെല്ലാം ലൈനിങ്ങും വെച്ച് അറ്റാച്ചാക്കി കൊടുക്കണം. അപ്പം
കർവ് വരുന്നതുകൊണ്ട് വെച്ച് കൊടുത്തിട്ട് തന്നെ ഒറ്റയടിക്ക് തയ്ക്കരുത്. കർവ് വെച്ച് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഫ്രണ്ടിൽ നമുക്ക് ശരിക്കും ഒരു കപ്പ് ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സാധാരണ ചെയ്യും പോലെ തന്നെയാണ് ലൈനിങ് പീസുമായിട്ട് അറ്റാച്ചാക്കി കൊടുത്തിട്ട് 2 പടി, തള്ളുപടി ഉള്ളുപടിയും, ഹുക്ക് വയ്ക്കാനും ഐ വയ്ക്കാനുമുള്ള പടികൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഇതിനകത്ത് പോട്ട്ലി ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ബ്ലൗസിൻ്റെ കസവ് വരുന്ന പോർഷൻ എടുത്ത് തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. നൂല് വെച്ച് കെട്ടിട്ടെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ്, ഭംഗിയാണ്. ഞാനിത് കൊച്ചിൻ്റെ സ്കൂളിൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് തയ്ച്ചതാണ്. അപ്പോൾ തലേന്ന് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഞാൻ ഓരോ ഇഞ്ച് അകലം വെച്ചിട്ട് അവിടെ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ ബട്ടൺ അടിച്ചെടുത്ത് നമുക്ക് കൈ കൊണ്ട് കെട്ടിട്ട് എടുത്തതിന് ശേഷം നമുക്ക് എവിടേക്കാണ് പോട്ടിൽ വരണ്ടതെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവിൽ വരച്ച് കൊടുക്കണം കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്നില്ലെങ്കിൽ ഇത് കറക്റ്റ് അളവിൽ ഓരോ ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് വരുന്ന തയ്യൽ തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വരുമല്ലോ, ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുമ്പോൾ ആ പോട്ട്ലിയുടെ സ്റ്റിച്ചിങ് ആ തയ്യൽ തുമ്പിലേക്ക് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ അത് ഇങ്ങനെ ഒരേ ലൈനിൽ തന്നെ കയറി ഇറങ്ങി പോകാതെ കിട്ടും. എന്നിട്ട് എക്സ്ട്രാ കിടക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ നമ്മൾ ചെറിയ പടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു അരിക് മടക്കി അടിച്ചിട്ട് അത് നല്ല വശത്ത് വെച്ച് അടിച്ചു കൊടുത്ത് ചള്ളുവശത്തേക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് പതിച്ച് പടിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ഫിനിഷായിട്ട് പോട്ട്ലി ബട്ടൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് കൈ ഇടാനുള്ള പീസ് ഒരു 2.25 ഇഞ്ചിലൊക്കെ വീതിയിലൊക്കെ അടിച്ചെടുത്തിട്ട് 1 സൈഡ് മടക്കി അടിച്ചിട്ട് ഇതുപോലെ ഐയൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം താഴെ പടി വരുന്നിടത്തിലും മുകളിൽ നെക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നിടത്തിലും 1/2 ഇഞ്ച് വീതം തള്ളിട്ട് കൊടുത്തിട്ട് വേണം ഈ ഐ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ. ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നെക്ക് നമുക്ക് ക്രോസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കിന് മാത്രമാണ് ക്രോസ് വേണ്ടത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്രോസ് പീസുകളൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ട് 2ആയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു തിക്നെസ് കിട്ടും. അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പുറം കാണി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് പതിച്ചെടുക്കുക. എന്നിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സ്ലീവിന് ഒരു കസവ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് വന്ന 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടിച്ച് മറിച്ച് സ്ലീവും എടുക്കുക കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കർവ് വരുന്ന പോർഷനിലെല്ലാം കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നല്ല തുണിയുടെ നല്ല വശത്ത് സ്റ്റിച്ച് വരാതെ ഈ ലൈനിങ്ങിൻ്റെ പീസിൽ സ്റ്റിച്ച് വരാൻ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് നെക്കിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാൻ പാകത്തിന് തിരിച്ചു വയ്ക്കുക. അകത്തേക്ക് പോകാതെ ഇതുപോലെ തന്നെ ആ ക്രോസിൻ്റെ വരുന്ന ഭാഗത്തേക്ക് തന്നെ വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് പതിച്ചെടുക്കുക. അതിന് ശേഷം ഈ കാണുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ എക്സ്ട്രാ കിടക്കുന്നത് നമ്മൾ പൈപ്പിങ് ഫോൾഡ് ചെയ്ത് കൊടുത്ത പോർഷൻ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിന് കട്ട് ചെയ്ത് കളയുക. നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ കച്ചറയായിട്ട് നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ കാണാത്ത രീതിയിൽ പൈപ്പിങ്ങിൻ്റെ പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് തുന്നി വയ്ക്കുക, ഹെമ്മിങ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ഫിനിഷായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കും ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യും പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ധാവണിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സാരിയുടെ രീതിയിൽ തന്നെ ചെയ്തത്. പിന്നെ ഇനി സ്ലീവൊക്കെ അറ്റാച്ചാക്കി കൊടുത്ത് സൈഡ് ജോയിൻ ചെയ്യുക. സൈഡ് ജോയിൻ ചെയ്ത് താഴെ ഒരു 1.5 ഇഞ്ചോളം മുകളിൽ വെച്ച് സ്റ്റിച്ചിങ് നിർത്തിയതിന് ശേഷം അടിഭാഗത്ത് ഇതുപോലെ ഒരു പടി ഒരു 1.5 ഇഞ്ചിലൊക്കെ വീതിയിലൊക്കെ ഒരു പടി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 1 സൈഡ് മടക്കി അടിച്ചെടുക്കുക കേട്ടോ.
മടക്കി അടിച്ചിട്ട് നല്ല വശത്ത് വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ പടി വരുന്ന ഭാഗത്ത് 1 ഇഞ്ചോളം തയ്യൽ തുമ്പ് പടിക്ക് തള്ളിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്കത് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ മടക്കി കൊടുത്ത് ഈ പടി നമുക്ക് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. കൈ കൊണ്ട് തുന്നിയെടുക്കുകയാണ് നല്ലത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്കിതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതിനാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.